ഒന്നല്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. സൗണ്ട് ആകെ പോയിരിക്കുകയാണ്, പനിയാണ്, നല്ല വയ്യായികയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ടിൽ നല്ല സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല പനിയാണ്. അപ്പോൾ പനി കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സൗണ്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. നോക്കി, നമ്മൾ നോക്കുന്നത് റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ PSC റിലേറ്റീവ് പ്രൊനൗണുമായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം റിലേറ്റീവ് പ്രൊനൗൺ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ ഉത്തരങ്ങൾ എഴുതാമെന്നും നോക്കാം. നോക്കിയാൽ റിലേറ്റീവ് പ്രൊനൗണായി ഉപയോഗിക്കുന്ന വാക്കുകൾ, റിലേറ്റീവ് പ്രൊനൗണായി ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോണം. ഹൂ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഹൂസ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഹൂം ഉപയോഗിക്കാറുണ്ട്, ഹൂ, ഹൂസ്, ഹൂം, അതുപോലെ വിച്ച് ഉപയോഗിക്കാറുണ്ട്, ദാറ്റ്, വാട്ട്, വെയർ. ഈ വാക്കുകളാണ് പ്രധാനമായിട്ടും റിലേറ്റീവ് പ്രൊനൗണായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വാട്ട്. ഇവ എങ്ങനെ നമുക്ക് ഉത്തരമായിട്ട് എഴുതാം? അതിൽ ആദ്യത്തെ ഹൂ നോക്കിക്കോണേ. ഹൂ ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ആയിരിക്കും, ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒരു പേഴ്സൺ ആയിരിക്കും. തുടർന്ന് ഒരു ഡാഷ് വന്നിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഓക്സിലറി വെർബ് അല്ല എങ്കിൽ മെയിൻ വെർബ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഹൂ ആയിരിക്കും. പറഞ്ഞെങ്ങനെയായിരുന്നു? ഒരു വ്യക്തിയെ, ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഹൂ ആയിരിക്കും. ഹൂവിൻ്റെ കണ്ടീഷൻ എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പേഴ്സൺസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് നോക്കുക, അത് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് ആണെങ്കിൽ ഹൂ ഉത്തരം. എന്നാൽ രണ്ടാമത്തത് ഹൂസ് ഉപയോഗിക്കുന്ന കണ്ടീഷൻ നോക്കി. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടാകും നോക്കുക. നിങ്ങൾക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ചോദ്യങ്ങൾ വരുന്നത്. ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉത്തരം എഴുതാം? ഹൂസ് ഉത്തരമായിട്ട് എഴുതാം. ഏതെഴുതാം? ഹൂസ്. ഇപ്പം തന്നിരിക്കുന്ന ചോദ്യം എന്ത് സബ്ജക്റ്റോ വരട്ടെ, ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഹൂസ് ഉത്തരമായിട്ട് എഴുതാം. ഇനി മൂന്നാമത്തത് ഹൂമാണ്. ഹൂം എവിടെ ഉത്തരമായിട്ട് ഉപയോഗിക്കാം? വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകൾ തന്നെയായിരിക്കും ഹൂമും വരുന്നത്. പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് പ്രോനൗൺ വന്നിട്ടുണ്ടാകും നോക്കുക. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. ഏതൊക്കെയാണ് പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? ഐ ഉപയോഗിക്കാറുണ്ട്, വി, ഐ, വി, യു, ഐ, വി, യു, അതുപോലെ ഹി, ഷീ, ഇറ്റ്, ദേ, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അതുകൂടാണ്ട് ഉപയോഗിക്കുന്നതാണ് സംബഡി, സംവൺ, സംതിങ്. സംബഡി, അതുപോലെ സംബഡി, സംവണ്, സംതിങ്. സംബഡി, സംവണ്, സംതിങ്. എനിബഡി, എനിവൺ, എനിത്തിങ്. നോബഡി, നോ വൺ, നത്തിങ്. എവരിബഡി, എവരി വൺ, എവരിത്തിങ്. ഇതെല്ലാം പ്രോനൗണുകളാണ്, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകൾ ഇതാ ഈ ഹൂമും പേഴ്സൺ സബ്ജക്റ്റായിട്ട് വരുന്ന സെൻറ്റൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡാഷ് കഴിഞ്ഞ് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബാണെങ്കിൽ ഹൂ, ഡാഷ് കഴിഞ്ഞ് പ്രോനൗണാണ് കിടക്കുന്നതെങ്കിൽ ഹൂം ഉത്തരമായിട്ട് എഴുതാം. ഡാഷ് കഴിഞ്ഞ് പ്രോനൗൺ ആണെങ്കിൽ ഹൂം ഉത്തരം. ഇനി നമുക്ക് വിച്ചും ദാറ്റ് ഉപയോഗിക്കുന്ന കണ്ടീഷനാണ്. തിങ്സ് അല്ലെങ്കിൽ അനിമൽസ്. തിങ്സ് അല്ലെങ്കിൽ അനിമൽസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ, തിങ്സ് അല്ലെങ്കിൽ അനിമൽസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ നമുക്ക് എന്തുപയോഗിക്കാം? വിച്ച് ഉപയോഗിക്കാം, അതുപോലെ ദാറ്റ് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒന്നേ ഓപ്ഷനേ കാണുള്ളൂ. വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. തിങ്സ് ഓർ അനിമൽസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. ഓക്കെ. ഇനി ദാറ്റ് മാത്രം ഉപയോഗിക്കുന്ന കണ്ടീഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അതായത് ESTയിൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോസ്റ്റിൽ തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇങ്ങനെയുള്ള വാക്കുകൾ ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഡാഷിൽ നമുക്ക് എന്തുത്തരം എഴുതാം? ദാറ്റ് എഴുതാം. ആ ഡാഷിൽ എന്തെഴുതാം? ദാറ്റ് എഴുതാം. സൂപ്പർലേറ്റീവ് ഡിഗ്രി പ്ലസ് ദാറ്റ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ദാറ്റ് എഴുതാം. ഇനി നമുക്ക് വാട്ടും വെയറും. വാട്ടിൻ്റെ അർത്ഥം എന്താ?
വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നർത്ഥം വരുന്നിടത്ത് വാട്ട് ഉപയോഗിക്കാം. എന്താണ് മീനിങ് നോക്കി എഴുതണം. എന്താണ് എന്നർത്ഥം വരുന്നിടത്ത് വാട്ട് ഉപയോഗിക്കാം. എന്നാൽ വേറാണെങ്കിലോ എവിടെ അല്ലെങ്കിൽ അവിടെ എന്നർത്ഥം വരുന്നിടത്ത് വേറെ ഉപയോഗിക്കാം. എവിടെ അല്ലെങ്കിൽ അവിടെ എന്നർത്ഥം വരുന്നിടത്ത് വേറെ ഉപയോഗിക്കാം. പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഹൂ അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നെങ്കിൽ ഉത്തരം, ഡാഷ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ ഉത്തരം, പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഉത്തരം, തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ വിച്ചും വരാം ദാറ്റും വരാം. അവിടെ ഡാഷ് കഴിഞ്ഞിട്ട് നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഹൂസ് എഴുതിക്കണം കേട്ടോ. ഇനി അതേപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉത്തരം എന്തെഴുതി കൊടുക്കുക, ദാറ്റ് എഴുതുക. എന്താണ് എന്നർത്ഥം വരുന്നിടത്ത് വാട്ട്, എവിടെ അല്ലെങ്കിൽ അവിടെ എന്നർത്ഥം വരുന്നിടത്ത് വേറെ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ചോദ്യങ്ങളിലേക്ക് പോവാം. നോക്കിയ ചോദ്യം, നിങ്ങളതിന് ഉത്തരങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഒന്ന് എഴുതി നോക്കണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദ പോസ്റ്റ്മാൻ ഡാഷ് ലിവ്സ് ഇൻ ദ വില്ലേജ് ഈസ് വെരി ഓൾഡ്. കണ്ടല്ലോ, ഇവിടെ പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് കുട്ടികളെ? പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ് അല്ലേ? ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്ക് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. ഇനി നമുക്ക് ഡാഷ് ആൻഡ് ലിവ്സ് എന്ന് പറയുന്നത് വെർബാണ്, മെയിൻ വെർബാണ്. നമുക്ക് ഏത് ഉത്തരം വരുന്നു? നിങ്ങൾ തന്നെ പറ. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് ആൻഡ് മെയിൻ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വന്നാൽ ഏത് ഉത്തരം? ഉത്തരം അവിടെ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കി. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഗേൾ ഡാഷ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ഫോർ ഹെർ ഫ്രണ്ട്. കണ്ടല്ലോ, ദ സ്റ്റോറി ഓഫ് ഈസ് അബൌട്ട് എ ഗേൾ. അബൌട്ട് എ ഗേൾ, ഒരു പെൺകുട്ടിയെ കുറിച്ച്. ഗേൾ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. ആ പേഴ്സണെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, വ്യക്തിയെ കുറിച്ച്. സാക്രിഫൈസ്ഡ് മീൻസ് ത്യജിക്കുക, അതൊരു വേർബാണ്. അപ്പോൾ നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ബി ഓപ്ഷൻ ആയിട്ടുള്ള ഹൂ വരുന്നു. അപ്പോൾ ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രോനൗൺ. ഉചിതമായിട്ടുള്ള പ്രൊനൗൺ ഉപയോഗിച്ച് ഫില്ലപ്പ് ചെയ്യാനാണ്. ഐ നോ ദ ഗേൾ. കണ്ടല്ലോ, ഗേൾ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. എനിക്ക് ആ പെൺകുട്ടിയെ അറിയാം. അപ്പോൾ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഗേൾ, പെൺകുട്ടിയെ കുറിച്ചാണ്. ഡാഷ് ഇൻറ്റ് ഹാസ് ആണ് വന്നിരിക്കുന്നത്. ഹാസ് സ്റ്റോപ്ഡ് ഇൻ ദി എക്സാമിനേഷൻ. ഹാസ് ഓക്സിലറി വെർബ്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് ഇൻറ്റ് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് എന്ന് കഴിഞ്ഞാൽ ഉത്തരം ഉത്തരം. അതുകൊണ്ട് ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. ദിസ് ബിലോങ്സ് ടു ദ ലേഡി. നോക്കടോ, ഇവിടെ ലേഡി എന്ന് പറയുന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്നു അല്ലേ? ഇതാരെ സംബന്ധിക്കുന്നതാണ്? ആ പെൺകുട്ടിയെ സംബന്ധിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ ഡാഷിന്റെ ബി എന്ന വാക്കാണ്. ബി എന്ന് പറയുന്ന പ്രോനൗൺ ആണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷിന്റെ പ്രോനൗൺ ആണ് വരുന്നെങ്കിൽ ഏത് ഉത്തരം? ഹൂം ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഹൂം ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. കണ്ടല്ലോ, ഷീ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ലേഡി അല്ലെങ്കിൽ ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷിന്റെ ബി എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്. പ്രൊനൗൺ വന്നുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞ് പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ ഹൂം ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. ദ മാൻ ഡാഷ് യു മെറ്റ് യെസ്റ്റർഡേ ഹാസ് ലെഫ്റ്റ് ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. കണ്ടല്ലോ, ഇവിടെ മാൻ എന്ന് പറയുന്ന പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷ് ഇൻറ്റു യു എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്. പ്രൊനൗൺ വന്നുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഇവിടെ ഉത്തരം ഹൂം അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. ഹി ഈസ് എ പേഴ്സൺ ഡാഷ് എവരി വൺ അഡ്മയർസ്. കണ്ടല്ലോ, പേഴ്സൺ എന്ന് പറയുന്നതും ഹി എന്ന് പറയുന്നതൊക്കെ പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് എവരി വൺ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. നമ്മൾ പറഞ്ഞു സംവൺ, സംബഡി, സംതിങ്, എനിവൺ, എനിബഡി, എനിത്തിങ്, നോ വൺ, നോബഡി, നത്തിങ്, എവരി വൺ, എവരിബഡി, എവരിത്തിങ്. കന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ഹൂമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബി ഓപ്ഷൻ ആയിട്ടുള്ള ഹൂം ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഷുഡ് തിങ്ക് ഓഫ് ദ പീപ്പിൾ ഡാഷ് ദേ ആർ അക്കൗണ്ടബിൾ. കണ്ടല്ലോ, അവിടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. ഇനി ഡാഷ് കഴിഞ്ഞിട്ട് ദേ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്. അപ്പോൾ ഉത്തരം ഏത് പറഞ്ഞു? ഹൂം പറഞ്ഞു. ടു ഹൂം അവിടെ ഉത്തരമായിട്ട്
ഉത്തരമായിട്ട് വരുന്നു. അപ്പം പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ എന്ത് ചെയ്യും? ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂം ഉത്തരം. അപ്പൊ ചിലർ സംശയം ചോദിക്കും, അവിടെ ടു വന്നിട്ടില്ലേ, ടു എന്തുകൊണ്ട് വന്നു? അപ്പൊ അത് എങ്ങനെയും വരും? എന്ത് ചെയ്യും? പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ എന്ത് ചെയ്യും? ഡാഷിന് മുന്നിലായിട്ട് പ്രിപ്പോസിഷനും ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ വന്നാലും ഉത്തരം ഏത് തന്നെയാണ്? ഹൂം തന്നെയാണ്. നമ്മൾ പ്രോനൗണിന്റെ കാര്യം ചിന്തിച്ചാൽ മതി, മറ്റത് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കണമെന്നില്ല. ഇൻ കേസ് അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർമ്മയിലിരിക്കുക, പ്രിപ്പോസിഷൻ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഡാഷ് മുന്നിൽ പ്രിപ്പോസിഷനും ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ വന്നാലും ഉത്തരം ഏതാണ്? ഹൂം തന്നെയാണ്. എന്തിനെ സൂചിപ്പിക്കുന്ന? വ്യക്തിയെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കി. ദിസ് ഈസ് ദ മാൻ ഡാഷ് പോക്കറ്റ് വാസ് പിക്ഡ്. കണ്ടല്ലോ, ഡാഷ് കഴിഞ്ഞിട്ട് പോക്കറ്റ് എന്നാണ് കിടക്കുന്നത്. പോക്കറ്റ് എന്ന് പറയുന്നത് നൗൺ ആണ്. ഡാഷ് കഴിഞ്ഞിട്ട് നൗൺ വന്നു കഴിഞ്ഞാൽ ഏത് ഉത്തരം എന്ന് പറഞ്ഞു? ഹൂസ് ഉത്തരമായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഡാഷ് കഴിഞ്ഞിട്ട് നൗൺ ആണ് വരുന്നതെങ്കിൽ ഏത് ഉത്തരം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? ഹൂസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് അവിടെ ഏത് ഉത്തരം വരുന്നു കുട്ടികളെ? ഹൂസ് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ മാൻ ഡാഷ് പേഴ്സ് വാസ് ലോസ്റ്റ് ഇൻ ദി ബസ്. നമുക്ക് പേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഒരു നൗൺ ആണ്. നൗൺ ഒന്നും ഉത്തരം ഏത് വരുന്നു? ഹൂസ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് നന്ദൻ ഡാഷ് റിയൽ നെയിം ഈസ് ചന്ദ്രശേഖർ. കണ്ടല്ലോ, റിയൽ നെയിം എന്ന് പറയുന്ന നൗൺ ആണ് അല്ലേ? യഥാർത്ഥ പേര് എന്ന് പറയുന്ന നൗൺ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരം ഏത് വരുന്നു? ഹൂസ് അവിടെ ഉത്തരമായിട്ട് തരാം. അടുത്ത ചോദ്യം നോക്കി. ദിസ് ഈസ് ദ ഡോഗ് ഡാഷ് ഐ ബോട്ട് യെസ്റ്റർഡേ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഡാഷ് കഴിഞ്ഞ് നമുക്ക് തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് അല്ലേ? ഡോഗ് എന്ന് പറഞ്ഞ ആനിമലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഏതൊക്കെ ഉത്തരം എഴുതാന്ന് പറഞ്ഞു? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എഴുതാന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് ഓപ്ഷനിൽ എന്ത് മാത്രമേ ഉള്ളൂ? വിച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിച്ച് അവിടെ ഉത്തരമായിട്ട് വരും. ചൂസ് ദ കറക്റ്റ് റിലേറ്റീവ് ടേൺ ആണ്. ഐ വിൽ ഷോ യു എ ഹൗസ് ഡാഷ് യു ക്യാൻ ബൈ. കണ്ടല്ലോ, ഹൗസ് എന്ന് പറയുന്നത് തിങ് ആണ്. ഇത് ചെയ്യുന്നത് ഒരു എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു വീടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഐ സബ്ജക്റ്റിന്റെ അടുക്കൽ വീടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? ഞാൻ നിന്നൊരു വീട് കാണിക്കാം. അപ്പൊ എന്താണ് സബ്ജക്റ്റ്? വീടാണ്. അപ്പോൾ തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിച്ച എന്ത് ഉത്തരം? വിച്ച് അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കാം? ദാറ്റ് ഉപയോഗിക്കാം. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിച്ച് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഐ വാസ് ബോൺ. നോക്ക്, ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന അർത്ഥത്തിൽ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? നമുക്ക് വെയർ ഉപയോഗിക്കാം. ഇതാണ് ആ സ്ഥലം, ഇവിടെ അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ ജനിച്ചത്. ദിസ് ഈസ് ദ ഹൗസ് ഡാഷ് ഐ വാസ് ബോൺ. ഇതും അത് തന്നെയാണ്. ഏത് വരുന്നു ഇവിടെ? വെയർ, WHERE, വെയർ അവിടെ ഉത്തരമായിട്ട് വരും. ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന അർത്ഥത്തിൽ വെയർ വരും. അടുത്ത ചോദ്യം നോക്കി. ഹി ഈസ് ദ ഡാഷ് സ്പീക്കർ. ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ. ഹി ഈസ് ദ ബെസ്റ്റ് സ്പീക്കർ ഡാഷ് ഈസ് അവൈലബിൾ. കണ്ടല്ലോ, ദ ബെസ്റ്റ് EST. ദ പ്ലസ് EST അവസാനിക്കുന്നതോ ദ പ്ലസ് മോസ്റ്റ് തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകൾ എന്തിനു സൂചിപ്പിക്കുന്നു? സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ എന്തെഴുതാൻ പറഞ്ഞു? ദാറ്റ് ഉത്തരം. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം വരുന്നുണ്ട്? ദാറ്റ് വരുന്ന മറ്റൊരു റൂളും കൊണ്ട് അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. സലോമൻ പ്ലസ് ദാറ്റ് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സലോമൻ, LOMEN, സലോമൻ പ്ലസ് ദാറ്റ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എസ് എന്ന് പറഞ്ഞാൽ സെയിം. എസ് മീൻസ് സെയിം. എയിൽ വരുന്ന രണ്ട് വാക്കാണ് ആള്, എനി. ആള്, എനി. എല്ലിൽ വരുന്ന വാക്കാണ് ലിറ്റിൽ. എല്ലിൽ വരുന്ന വാക്ക് ലിറ്റിൽ. ഓയിൽ വരുന്ന വാക്കാണ് ഉള്ളി. ഓയിൽ വരുന്ന വാക്ക് ഉള്ളി. എമ്മിൽ വരുന്ന വാക്കാണ് മച്ച്. എന്നിൽ വരുന്ന വാക്കാണ് ഈയിൽ വരുന്ന വാക്കാണ് എവരിത്തിങ്. എന്നിൽ വരുന്ന മൂന്ന് വാക്കാണ് നോ, നണ്ണ്, നത്തിങ്. കുട്ടികളെ, ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തെഴുതി കൊടുക്കുക? ദാറ്റ്. വേറെ ഒരു റൂളും നോക്കില്ല, ദാറ്റ് ഉത്തരമായിട്ട് എഴുതുക. ആള്, എസ്സിൽ വരുന്ന വാക്ക് സെയിം. എയിൽ വരുന്ന വാക്ക് ഏത്? ആള്, എനി. എല്ലിൽ വരുന്ന വാക്ക് ലിറ്റിൽ. ഓയിൽ വരുന്ന വാക്ക് ഉള്ളി. എമ്മിൽ വരുന്ന വാക്ക് മച്ച്. ഈയിൽ വരുന്ന വാക്ക് എവരിത്തിങ്. എന്നിൽ വരുന്ന വാക്ക് നോ, നണ്ണ്, നത്തിങ്. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന്
സെൻറ്റൻസിൽ ഡാഷിന് മുന്നിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു റൂളും നോക്കണ്ട, ദാറ്റ് ഉത്തരം. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യവും ആ ടോപ്പിക്കുമാണെന്ന് വളരെ വേഗത്തിൽ നമ്മൾ നോക്കിയത്. എല്ലാവരും മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് വയ്യായ്ക ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും അധികം പോസ്റ്റ് ചെയ്യാത്തത്. ഇപ്പം പനിയാണ്, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അത്യാവശ്യമായിട്ട് കുറേ പേര് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ ചെയ്തിട്ടത്. ഓക്കെ, താങ്ക് യു.